മൂന്നാം കക്ഷിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പെൺകുട്ടി പരാതി നൽകിയിട്ടില്ല. ഈ പെൺകുട്ടി ആരെന്ന് പോലും അറിയില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു പരാതി നിലനിൽക്കുമോ? അല്ല, പരാതിക്ക് ആധാരമായ കാര്യത്തിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാമല്ലോ. ഒരു തേർഡ് പാർട്ടിയാണ് നൽകിയിരിക്കുന്നത്, അതൊരു വസ്തുതയാണ്. പക്ഷേ നമ്മൾ പോലീസോട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആവശ്യപ്പെട്ടാൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കട്ടെ. പോലീസിൻ്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ തുടർ നടപടികൾ വേണോ വേണ്ടിയോ എന്ന് ആലോചിക്കും. മുൻപ് എപ്പോഴെങ്കിലും കമ്മീഷന് മുൻപാകെ സമാനമായ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടോ? മുൻപ് ഇത്തരം ഇല്ല. ഇത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു പരാതി ലഭിക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ മുൻപൊരു പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ മെറ്റേണിറ്റി ടെർമിനേഷൻ ആക്ട് പ്രകാരമാണെങ്കിൽ തന്നെ നമ്മുടെ BNS തന്നെ പ്രൊവിഷൻസ് ഉണ്ട്. വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ ഗേൾ അത് പറയുന്നുണ്ട്. ഒരു വുമൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ മിസ്കാരേജ് സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുകയാണ്, അബോർഷന് പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത് ഒഫൻസാണ്. അതിൽ തർക്കമില്ല. പക്ഷെ അതിന് ആധാരമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമാവണ്ടേ? അതിൽ പോലീസ് പരിശോധന നടത്തിയാലല്ലേ അതിൽ മനസ്സിലാവുള്ളൂ. പ്രത്യക്ഷത്തിൽ ഈ ഓഡിയോ ക്ലിപ്പിൽ ഒരു റെഫറൻസ് നടന്നിട്ടുണ്ട് അല്ലേ? അതെ, പ്രത്യക്ഷത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. ആ സംഭാഷണ ശൈലിയിൽ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അതിൽ അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്. പോലീസിനെ അന്വേഷണം നടത്താൻ വേണ്ടി ഞങ്ങൾ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടും. അപ്പോൾ പോലീസ് സമർപ്പിക്കുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഇത്തരം സർ പറഞ്ഞനുസരിച്ച് ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, പോലീസ് അന്വേഷണം നടക്കേണ്ടതുണ്ട്. അപ്പോഴും ഈ പെൺകുട്ടി ഇനിയിപ്പോൾ ഒരു പരാതിയുമായി വന്നില്ലെങ്കിൽ ഈ ആശുപത്രി ഇത്തരം വിഷയങ്ങൾ ഡിനൈ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് നിലനിൽക്കുമോ ഇത്തരം പരാതി? അല്ല, അതിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കമ്മീഷന് അറിവില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. പോലീസ് അന്വേഷിക്കട്ടെ, പോലീസിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. പ്രാഥമികമായി ഈ ഓഡിയോ റിയൽ ആണെങ്കിൽ അതിലൊരു ഒഫൻസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് താങ്കൾക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പാണ്? അല്ല, എനിക്കത് അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ ഈ വരുന്നതെല്ലാം ഈ വാർത്തകളെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ. ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് വരെ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. അതെനിക്ക് കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് കമ്മീഷനിൽ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അത് കേൾക്കണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം എന്നാണ്. ഒരു ടൈം ഫ്രെയിം നിശ്ചയിച്ചിട്ടുണ്ടോ? പോലീസിന് എത്ര സമയം, അങ്ങനെ എന്തെങ്കിലും സമയം നിർദ്ദേശിച്ചിട്ടുണ്ടോ? അല്ല, അത് ആദ്യം ഇത് പരിശോധിക്കട്ടെ. ഞാൻ അത് കൃത്യമായ പരിശോധനയില്ലാതെ നമ്മളൊരു തീരുമാനങ്ങളിലേക്ക് എത്തുന്നത് ഒരു ശരിയായ രീതിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് പരിശോധിക്കട്ടെ. ആ പരിശോധിച്ചതിന് ശേഷം നടപടികളിലേക്ക് കടക്കാം എന്നാണ് കരുതുന്നത്. താങ്കൾ തന്നെ പറഞ്ഞു, ഇതാദ്യമായാണ് ഇത്തരം ഒരു പരാതി, ഇപ്പോൾ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഒരു പരാതി കമ്മീഷന് മുൻപാകെ വരുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ അവകാശം എന്ന രീതിയിൽ അതിന് മറ്റ് നിയമോപദേശങ്ങൾ തേടേണ്ട ആവശ്യങ്ങളുണ്ടോ? നിയമോപദേശം തേടേണ്ട കാര്യം കമ്മീഷൻ തന്നെ അത് തീരുമാനമെടുത്താൽ മതി കാര്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പരിശോധിക്കണമല്ലോ എനിക്ക് എന്താണ് വേണ്ടത്. ഇതിലൊരു വിഷയം, ഇതിപ്പം ആ ഓഡിയോ ക്ലിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഡിയോ എന്ന രീതിയിലാണ് വരുന്നത്. അതിന്റെ ആധികാരികത പറയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പറയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആൾ അത് പരിശോധിച്ച ശേഷം മാത്രമേ ഇയാളുടെ ഭാഗം കേൾക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാവുകയുള്ളൂ. അല്ല, അത് വരട്ടെ, പോലീസ് അതൊക്കെ പരിശോധിച്ചിട്ട്. ശരി. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ KV മനോജ് കുമാറാണ്